നിലവിൽ പരിക്കിന്റെ പിടിയിലായ ഒരു സീസണിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിരവധി താരങ്ങൾക്ക് പരിക്കേറ്റിട്ടും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നേറുകയാണ് ഇവാൻ വൂക്കമനോവിച്ച് എന്ന തന്ത്രജ്ഞൻ. കഴിഞ്ഞ 3 മത്സരങ്ങളിലും വിജയം സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു. അത് ക്ലീൻ ഷീറ്റോടുകൂടി മാത്രമല്ല, വ്യക്തമായ ആധിപത്യത്തോടുകൂടി വിജയം സ്വന്തമാക്കിയെന്ന് തന്നെ പറയേണ്ടി വരും. മാർക്കോ ലെസ്കോവിച്ച്, മിലോസ് റെൻസിച്ച് കോംബോ നയിക്കുന്ന പ്രതിരോധ നിര വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്ത മത്സരങ്ങളിൽ വെറും 2 ഷോട്ട് ഓൺ ടാർഗറ്റുകൾ മാത്രമാണ് 3 മത്സരങ്ങളിൽ നിന്നായി കേരള ബ്ലാസ്റ്റേഴ്സ് കൺസീഡ് ചെയ്തത്. എന്നാൽ ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചടി എന്ന് പറയുന്നത് അഡ്രിയാൻ ലൂണയുടെ പരിക്ക് തന്നെയാണ്. നമുക്കറിയാം, അഡ്രിയാൻ ലൂണക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ എതിരാളികളുടെ പരാജയത്തിൻ്റെ ഭാരം കൂടിയേനെ. കാരണം മൂർച്ചയേറിയ ആക്രമണങ്ങൾക്ക് തുടക്കമിടുന്ന അഡ്രിയാൻ ലൂണ ഇല്ലാത്ത മത്സരങ്ങളിൽ യുവനിരയാണ് മധ്യനിര കീഴടക്കിയത്. അതേസമയം അഡ്രിയാൻ ലൂണ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ മാർജിൻ കൂടിയേനെ. എന്തായാലും അഡ്രിയാൻ ലൂണയ്ക്ക് സീസൺ നഷ്ടമാകുമെന്ന് തന്നെയാണ് ഇതുവരെ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്കിലും താരം തിരിച്ചുവരവിൻ്റെ പാതയിലാണ് എന്നൊരു സൂചനയുമായി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു സ്റ്റോറിയുമായി ഇപ്പോൾ അഡ്രിയാൻ ലൂണ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത് ആരാധകർക്കിടയിൽ വലിയ തരത്തിൽ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അഡ്രിയാൻ ലൂണക്ക് പകരക്കാരനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കുമെന്ന് തന്നെയായിരുന്നു ഇവാൻ വൂക്കമനോവിച്ചും വ്യക്തമാക്കിയിരുന്നത് എങ്കിലും പിന്നീട് അതിനെക്കുറിച്ച് റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം സ്പെയിനിൽ നിന്നുള്ള ഒരു മധ്യനിര താരത്തെ ISLലെ ടോപ്പ് ക്ലബ്ബ് സ്വന്തമാക്കാനായിട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഏഞ്ചൽ ഗാർസിയ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അഡ്രിയാൻ ലൂണ ഉടനെ തന്നെ തിരിച്ചു വരുന്നു എന്നുള്ള സൂചനയാണോ അദ്ദേഹം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ നൽകുന്നത് എന്നുള്ള ചോദ്യം ആരാധകർക്കിടയിൽ വലിയ തരത്തിൽ ഉയരുന്നുണ്ട്. എന്തായാലും ഇതുവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൂപ്പർ കപ്പിൻ്റെ ഇടവേള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയത്താണ് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സീസൺ നഷ്ടമാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.